ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഷൈനാണ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് ചെയ്യണേ. ജനറൽ സർവീസ് ചെയ്യുക, എഞ്ചിൻ ഓയിൽ മാറ്റാം, അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ഒന്ന് അഴിച്ച് റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ചില സമയങ്ങളിൽ സ്റ്റെപ്പ് പോലെയാണ് പിടിക്കുക. അപ്പോൾ ഒന്ന് അഴിച്ച് റീസെറ്റ് ചെയ്യണം. അതേപോലെ ഫ്യൂൽ മീറ്ററിൻ്റെ റീഡിങ് കറക്റ്റ് അല്ല, അത് ഫ്യൂൽ ഫ്ലോട്ടിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് ഓൾറെഡി കസ്റ്റമർ മേടിച്ചു തന്നിട്ട് മാറ്റാനായിട്ട്. പിന്നെ റിയർ കൗൾ സൈഡ്, ബാക്ക് സൈഡിലത്തെ ഈ കൗൾ സെറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയ സൗണ്ട് വരുന്നുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്തിട്ടാണ്ട് ബാക്ക് ബ്രേക്ക് ശരിക്കും ബ്രേക്ക് അപ്ലൈ ചെയ്ത വണ്ടി നിൽക്കാത്തൊരു കണ്ടീഷൻ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അതായത് ഒരുപാട് ലോഡ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ. ഇത്രയാണ് മെയിനായിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. നമുക്കിതുമേ കിടക്കുന്ന ലൈൻഡർ കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനലാണ്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഈ ഹബിനകത്ത് ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശരിക്കും റഫ് ചെയ്തിട്ട് റീസെറ്റ് ആക്കാം. അപ്പോൾ അത് ഈ പറഞ്ഞ രീതിയിലുള്ള ബ്രേക്ക് ചവിട്ടുമ്പോൾ ബ്രേക്കിൻ്റെ എഫിഷ്യൻസിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും റഫാക്കി കയറ്റിയിടാം. നെക്സ്റ്റ് പിന്നീട് നമുക്ക് ലൈൻഡർ മാറ്റണ സമയത്ത് ഇതൊന്ന് ലെയ്ത്തിൽ കൊടുത്ത് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തിടാനായിട്ട് പറ്റും. അപ്പോൾ അത് ആ രീതിയിൽ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ കോമ്പി ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റിങ്ങിൽ ചെറിയൊരു വേരിയേഷനും വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും ഈ ബാക്ക് ബ്രേക്കുമായിട്ട് ബന്ധമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ബാക്കിലെ ബ്രേക്കിങ്ങിനെ അത് ബാധിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് കറക്റ്റ് ചെയ്തിട്ടേക്കാം. പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി അത്യാവശ്യം നല്ല ടയർ കിടക്കണം. ചെയിനൊക്കെ ചെറിയ ലൂസ് ഉണ്ട്, ചെയിൻ ടൈറ്റ് ചെയ്യാൻ കയറ്റുന്നുണ്ട് നമ്മൾ. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാനുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. കമ്പനി ഫിൽറ്റർ തന്നെയാണ്. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട്. ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇതും ഇരിക്കുന്ന ബാറ്ററി കേട്ടോ. വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13.27 റേഞ്ച്, അതാണ് വോൾട്ട് കാണിക്കുന്നത്. ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 8.75 വരെ, 7.0 വരെ ഒക്കെ വന്നിട്ടുണ്ട്. നിലവിൽ 8.5 വോൾട്ടിൽ താഴേക്ക് വന്ന ഓൾറെഡി കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അത് സെൽഫ് എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് കാണിക്കാറുണ്ട് ചില കേസിൽ. ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നിലവിൽ ബാറ്ററി വീക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഓയിൽ മാറ്റുമ്പോൾ കൂട്ടത്തിക്കടെ ഓയിൽ ഫിൽറ്ററും കൂടി നമ്മൾ മാറ്റി റീസെറ്റ് ആകുന്നുണ്ട്. പിന്നെയുള്ളൊരു കംപ്ലൈൻറ്റ് നമുക്ക് ഫ്രണ്ടിലെ ബ്രേക്കുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. ബ്രേക്ക് പാഡ് നമുക്ക് നിസ്സാരം കൂടിയാണ് തീരാനുള്ളതുണ്ടോ. ഇതതിൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണ്, അതിൻ്റെ കറക്റ്റ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ തവണ നമ്മൾ കൈയോടെ മാറ്റി കളഞ്ഞ് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത സർവീസ് വരെ എന്തെങ്കിലും കിടക്കില്ല. അപ്പോൾ അടുത്ത സർവീസ് വരെ കിടന്ന് ഓടാനായിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈ പാഡ് തീർന്നിട്ട് മെറ്റൽ കയറി ഡിസ്ക് പ്ലേറ്റുമ്പോൾ പിടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് സാരം കൂടിയാണ് ഉപയോഗിക്കാനുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കൈയോടെ നമുക്ക് ആ ബ്രേക്ക് പാഡ് സെറ്റും കൂടി മാറ്റിയിടാം. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഇതിൻ്റെ മാസ്റ്റർ യൂണിറ്റ് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിസ്റ്റൺ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ടൈറ്റ് പോലെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ വണ്ടി. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലീൻ ചെയ്ത് നോക്കാം. നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ മാസ്റ്റർ റിപ്പയർ കിറ്റ് നമുക്ക് മാറ്റി പുതിയതുണ്ടായിട്ട് വരും കേട്ടോ. അപ്പോൾ അയക്കുന്ന കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ മാറ്റി റീസെറ്റ് ആക്കേണ്ടി വരും. ബ്രേക്ക് ഫ്ലൂയിഡ് കൂടി ചേഞ്ച് ചെയ്യും. ഡിസ്കിൻ്റെ യൂണിറ്റ് ഫ്രണ്ടിലത്തെ യൂണിറ്റ് കൂടി അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. അപ്പോൾ നമുക്ക് ആ സെക്ഷൻ ഫുൾ ക്ലിയർ ആയി പോകും കേട്ടോ. പിന്നെ നിലവിലതൊക്കെയാണ് മെയിനായിട്ട്. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്, ഫിൽറ്റർ മാറ്റുന്നുണ്ട്, സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലഗ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. പ്ലഗ് അത്യാവശ്യം ഒരുവിധം പോയിൻ്റൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ പ്ലഗ് ഒന്ന് മാറ്റിയിട്ടേക്കാം കേട്ടോ. പിന്നെ ഫ്യൂലിൻ്റെ ഫ്ലോട്ട് നമ്മൾ ഓൾറെഡി പാർട്ടി സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അഴിച്ച് മാറ്റുന്നുണ്ട് ഫ്യൂൽ ഫ്ലോട്ട്. അപ്പോൾ കണക്ട് ചെയ്ത് നോക്കിയാൽ സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പിന്നെ വന്നത് ബാക്കിലത്തെ ഈ ടെയിൽ പാനലിൻ്റെ ഭാഗത്തൊരു ചെറിയ ഷെയ്ക്കാണ്. അത് ശരിക്കും റബ്ബർ ബുഷിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലംസാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഷെയ്ക്ക് എന്തെങ്കിലും കാണിക്കും കേട്ടോ. വലിയ സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് സെറ്റ് ആക്കിയേക്കാം. കാരണം എന്താ വെച്ചാൽ ഇത് ഒരുപാട് നമ്മൾ റഫാക്കി ബലപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ ഈ ഐറ്റംസൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഫൈബർ ഐറ്റംസ് അല്ലേ. അപ്പോൾ വലിയ സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് ആക്കിയേക്കാം. എന്നാലും ചെറിയൊരു ഷെയ്ക്ക് എന്തെങ്കിലും കാണിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും വൈകുന്നേരത്തെ ഒരു 5:30-6 മണിക്കുള്ളിലൊക്കെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ കയറ്റി എൻ്റെ ഡീറ്റെയിൽസ് നിർത്തുന്നുള്ളൂ. ഒരു 6 മണിക്ക് ആകുമ്പോഴത്തേക്കും വരാൻ കണക്കാക്കി പോന്നാൽ മതി. ഞാൻ അതിക്ക് മുമ്പാവുകയാണെങ്കിൽ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ബില്ല് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് വിളിച്ചു പറയാം കേട്ടോ.